സംഘടനയുടെ അഭിപ്രായം എന്തുകൊണ്ട് എന്നുള്ളതാണ്. വളരെ ലളിതമായി പറയാം. ഒന്ന്, ഇത് കേരളത്തിന്റെ പ്രശ്നമോ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേട്ടമോ ബീഹാർ മുഖ്യമന്ത്രിയുടെ ഇതൊന്നുമല്ല ആവശ്യം. രാജ്യത്ത് പ്രചാരത്തിലുള്ള ജനങ്ങളുടെ കൈവശമുള്ള 86% നോട്ടുകൾ മരവിപ്പിച്ചിരിക്കുന്നു. ബാക്കി 14% കയ്യിലുള്ളൂ. പക്ഷേ ആ 14% കൊണ്ട് ഈ വലിയ 86% എങ്ങനെ പരിഹാരമുണ്ടാക്കും? അത് കാണാൻ ധനകാര്യ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന വലിയ വലിയ പണ്ഡിതന്മാരായ ആളുകൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് എന്നിൽ അങ്കലാപ്പുണ്ടാക്കുന്നുണ്ട്. ജനങ്ങളുടെ കൈവശം പണമില്ല. അവർക്ക് ATM നിന്ന് 2000 രൂപയെ കിട്ടുള്ളൂ. പകുതിയിലധികം ഏറ്റുകൾ പ്രവർത്തിക്കുന്നില്ല. 4000 രൂപ മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കറൻസി എക്സ്ചേഞ്ച് 2000, 3000 കൊടുക്കുന്നുള്ളൂ. ഒരാഴ്ചയിൽ 10,000, 20,000 രൂപയെ വിഡ്രോ ചെയ്യുള്ളൂ. വിഡ്രോ ചെയ്യേണ്ടുന്ന 2 ലക്ഷം ATM നിന്നും 1 ലക്ഷം ബാങ്ക് ശാഖയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കമ്പോളത്തിൽ പണം എത്തിയാലല്ലേ നാട്ടിൽ ക്രയവിക്രയം നടക്കുള്ളൂ. ഇതിന് എന്ത് രാഷ്ട്രീയം, എന്തിടതുപക്ഷം? ഇത് നടപ്പിലാക്കുമ്പോ ധനകാര്യ മാനേജ്മെന്റ്, കറൻസി മാനേജ്മെന്റ് കൈകാര്യം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ഇത് മുൻകൂട്ടി കണ്ടില്ല എന്നുള്ളത് എക്കണോമിക്സ് ഒന്നും പഠിക്കേണ്ട, MBA പാസ്സാകേണ്ടതില്ല, സാമാന്യ ജ്ഞാനം പോലെ. സാറേ, ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ രാജ്യത്ത് ആവശ്യമുള്ള അരിയുടെ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യത്തിന്റെ 86% ഒരു സുപ്രഭാതത്തിൽ ഇല്ല എന്ന് കരുതൂ. എന്താ പരിഹാരം? രാഷ്ട്രീയമാണോ ഇത്? കഞ്ഞി കുടിക്കണ്ടേ? കഞ്ഞിക്ക് സമാനമായ സംവിധാനമല്ലേ കറൻസി? ആ വിനിമയ മൂല്യം ഇല്ലാതായി ജനങ്ങളെ തളർത്തിയിട്ട് തളർവാദം പിടിച്ചു കിടക്കുന്ന ജനത നിശബ്ദരായി കഴിയുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. എത്രമാത്രം ആശങ്കാജനകമാണ്. ഒരിക്കലും ബാങ്ക് ജീവനക്കാർ ഇത്തരത്തിനോട് നിസ്സഹകരിക്കുന്നില്ല. ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഏതോ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു നരേന്ദ്രമോദി ജപ്പാനിൽ ആഘോഷിക്കുന്നു എന്ന്. ഞങ്ങളത് പറയുന്നില്ല. ജപ്പാനിൽ പോകേണ്ടി വരും, ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കേണ്ടി വരും. പക്ഷേ പ്രശ്നം കറൻസി ഇല്ലാത്തതാണ്. വീണ്ടും വിചാരമില്ലാതെ, തയ്യാറെടുപ്പില്ലാതെ, യാതൊരു ഹോംവർക്കും ചെയ്യാതെ കണ്ട് ചെപ്പിടി വിദ്യയാണോ എന്ന് ഞങ്ങൾ പറയുന്നില്ല. വന്നു ഭവിച്ച സംഗതി അതീവ ഗൌരവകരമാണ്. രാജ്യം ഒന്നാകെ എണീറ്റ് നിൽക്കണം. പ്ലീസ്, അതിനു വേണ്ടിയിട്ടുള്ള സന്നാഹം ഒരുക്കുമ്പോൾ വിഷയങ്ങളുടെ മർമ്മത്തിൽ പ്രതികരിക്കാതെ കണ്ട് തെന്നി മാറിപ്പോയാൽ പ്രശ്നം പരിഹരിക്കുകയില്ല. ഡയഗ്നോസിസ് കൃത്യമാകണം. രോഗനിർണയം ഇപ്പോ നിരാശാജനകമായി ബഹുമാനപ്പെട്ട ശ്രീധരൻപിള്ളയടക്കം രോഗനിർണയത്തിലേക്ക് വരാത്തതാണ് വന്നുപോയിച്ച പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്നുള്ളത് രാഷ്ട്രീയ വിരോധമല്ല. പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ്. ഈ ബാങ്കിൽ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ജനങ്ങളുടെ കണ്ണീരും കിനാവും വാർദ്ധക്യവും ഒക്കെ കണ്ട് അക്ഷരാർത്ഥത്തിൽ സന്യാസിവര്യമായ മാനസികാവസ്ഥയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നിലപാട് വ്യക്തമാണ്. ഇനി ഈ പ്രശ്നം എങ്ങനെ തീരും, എങ്ങനെ തീർക്കാം എന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അതിലാണല്ലോ ഇനി നമ്മുടെയൊക്കെ പ്രതീക്ഷ. നാളെ രാവിലെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മുടെ പ്രതീക്ഷ നിൽക്കുന്നത്. അതിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ടി നരേന്ദ്രൻ, 100 രൂപ നോട്ടുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് ഇന്ത്യ മുഴുവൻ. 100 രൂപ നോട്ടുകൾ എന്ന് വരും എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം വരുന്നില്ല. താങ്കളുടെ നിലപാട്? 2000 രൂപയുടെ നോട്ട് ഭംഗിയുള്ളതാണ്. പക്ഷേ ജനങ്ങളിൽ യാതൊരു വിശ്വാസ്യതയും വന്നിട്ടില്ല, ആക്സെപ്റ്റബിലിറ്റി ഇല്ല. 2000 നോട്ട് കൊടുത്താൽ പകരം തിരിച്ചെങ്ങനെ ചില്ലറ കൊടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രായോഗിക പ്രശ്നം. രണ്ടാമത്തെ കാര്യം, കള്ളപ്പണവും കള്ളനോട്ടും തടയാൻ 2000 അടിച്ചിറക്കിയതിന്റെ പ്രത്യാഘാതം ഞാൻ ഇപ്പൊ ചർച്ചയാക്കുന്നില്ല. പക്ഷേ യഥാർത്ഥ വിഷയം 500, 100 അത്തരം നോട്ടുകളുടെ വലിയ വരവ്, വലിയ തോതിലുള്ള കമ്പോളത്തിലെ വ്യാപനത്തിലൂടെ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഒറ്റ മിനിറ്റ് എടുത്ത് ശ്രദ്ധിച്ചാൽ ബോധ്യമാകും. നമ്മുടെ രാജ്യത്ത് റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം മാർച്ചിലെ റിപ്പോർട്ട് പ്രകാരം 500, 1000 രൂപയുടെ 14.18 ലക്ഷം കോടി രൂപയുടെ കറൻസിയുണ്ട്. 14.18 ലക്ഷം കോടി രൂപയുടെ, അതാണ് ഞാൻ പറഞ്ഞ 86%. ആ 86%-ന്
തത്തുല്യമായ 100 നോട്ട് ഇറക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. ഒരിടത്തും കൊണ്ടുവയ്ക്കാൻ പോലും സാധ്യമല്ല. യഥാർത്ഥത്തിൽ 500-ന്റെ നോട്ടുകളും 2000-ന്റെ നോട്ടിന്റെ സ്വീകാര്യതയുമൊക്കെ വളർത്തുന്ന വലിയ തോതിലുള്ള ഭരണകൂടത്തിന്റെ ഇടപെടൽ അനിവാര്യമായിരിക്കുന്നു. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർന്ന് വികസിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിക്കുന്ന കാല. പക്ഷേ 2000 നോട്ട് ATM-ൽ കൂടെ പുറത്തു കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ എന്തുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല? അതിശയകരമാണ്. അത് വെക്കാൻ പറ്റില്ല. അത് ഇനിയും സമയമെടുക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഇക്കാര്യത്തിനെ എല്ലാം എത്ര ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഉദാഹരണമാണ്. ഭക്ഷ്യധാന്യം 86% ഇല്ലാതെ ജനങ്ങൾ പട്ടിണി കിടക്കുമ്പോ നിങ്ങൾ സംസ്ഥാനത്തിനെയും സഹകരണ സ്ഥാപനങ്ങളെയും കേരള ഫിനോമിനൻ എന്നുള്ള രീതിയിൽ മാത്രം ചുരുക്കി കാണുന്നത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയാണ് കേട്ടോ. അത്രമാത്രം സൂചിപ്പിക്കാനുള്ളൂ. ഇത് ഇന്ത്യയിൽ ആകമാനം പടർന്നു പന്തലിക്കുന്ന ക്യാൻസറസിന് സമാനമായ ഒരു സാമൂഹ്യ രോഗം